ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശിനി അർഷിനയുടെ തുടർ ചികിത്സയ്ക്കുള്ള ധനസമാഹരണം ഇന്ന് ആരംഭിക്കുകയാണ്. കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതുകൊണ്ട് ഈ മാസം 21-ാം തീയതി വീണ്ടും ഒരു ശസ്ത്രക്രിയ വേണം. പണം നൽകാനുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രാവിലെ 10 മണിക്ക് അർഷന സമരസമിതി പരസ്യപ്പെടുത്തുമെന്നറിയുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഡീറ്റെയിൽസ് നൽകും. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് 5 വർഷത്തോളം വലിയ ദുരിതത്തിലായിരുന്നു ഹർഷിന. അതിനൊടുവിലാണ് കത്രിക പുറത്തെടുത്തത്. അതിനുശേഷം സാധാരണ ജീവിതത്തിലേക്ക് വന്നിരുന്ന ഹർഷിനയ്ക്ക് പക്ഷേ വീണ്ടും വയറ്റിൽ വേദന വരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അവർ ആശുപത്രിയിൽ എത്തുകയും ചികിത്സ തേടുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ആ കത്രിക പുറത്തെടുത്ത ഭാഗത്ത് പഴുപ്പുണ്ട് എന്ന് ആശുപത്രി അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 11-നാണ് നേരത്തെ അവരോട് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ്, അവരുടെ കയ്യിൽ പണമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ 21-ാം തീയതി അവരോട് അതിൽ കവിഞ്ഞ് നീളരുത്, 21-ാം തീയതി തീർച്ചയായും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം എന്നുള്ള നിർദ്ദേശമാണ് ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്നത്. സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുമ്പോഴും ഒരു വിധത്തിലുമുള്ള സഹായം ലഭ്യമാകുന്നില്ല. സാമ്പത്തിക വലിയ ഞെരുക്കത്തിലാണ് തങ്ങൾ എന്ന് ഹർഷിനയും കുടുംബവും പറയുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ തുടർ ചികിത്സയ്ക്കായിക്കൊണ്ട് ക്രൗഡ് ഫണ്ടിംഗ് നടത്താൻ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് 10 മണിക്ക് യോഗം ചേരുന്നത്. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്നായിരിക്കും അവർക്ക് അവരുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തുക. എല്ലാവരുടെയും താങ്ക് യു.